ഹിന്ദു ഐക്യവേദി രക്ഷാധികാരി കെ.പി. ശശികലയുടെ വിഷലിപ്ത പ്രതികരണങ്ങൾ ബി.ജെ.പിക്ക് തലവേദനയാകുന്നു. വേടൻ വിവാദത്തിൽ കൈപ്പൊള്ളിയ ബി.ജെ.പിയെ പ്രതിസന്ധിയിലാഴ്ത്തി വീണ്ടും ശശികല. കൃഷിമന്ത്രി പി. പ്രസാദ് ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ഗുരുതരാരോപണങ്ങളുമായി വീണ്ടും ശശികല. തള്ളാനും കൊള്ളാനുമാകാതെ ബി.ജെ.പി നേതൃത്വം. വിഷം നിറച്ച പ്രചരണങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു ഐക്യവേദി മുഖ്യരക്ഷാധികാരി കെ.പി. ശശികലയ്ക്കെതിരെ വിവിധ കോണുകളിൽ നിന്നും വിമർശനം ശക്തമായി ഉയരുന്നു. ഈ വിധം ആരോപണങ്ങളാൽ പ്രതിസന്ധിയിലാകുന്നത് യഥാർത്ഥത്തിൽ ബി.ജെ.പി നേതൃത്വമാണ്. അടിച്ചമർത്തപ്പെട്ട ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയാണ് നരേന്ദ്രമോദി സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന വിധത്തിൽ വ്യാപക പ്രചരണങ്ങളാണ് ബി.ജെ.പി നേതൃത്വം അടുത്ത കാലത്തായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഹിന്ദു ഐക്യവേദിയുടെ മുൻനിര നേതാവ് ജാതീയ അധിക്ഷേപങ്ങളുമായി ഈ വിധത്തിൽ കളം നിറഞ്ഞാടുന്നത്. ഒരർത്ഥത്തിൽ ശശികലയെ തള്ളാനും കൊള്ളാനും കഴിയാത്ത വിധത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ബി.ജെ.പി നേതൃത്വം ഇപ്പോൾ. ഹൈന്ദവ മതവീക്ഷണങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുകയും അന്യമത വിദ്വേഷമുയർത്തുന്ന വിധത്തിൽ അക്രമോത്സുക ഭാഷയിൽ അവതരിപ്പിക്കുകയുമാണ് ശശികല ചെയ്യുന്നതെന്ന ആരോപണം ഇതിനു മുമ്പ് പലകുറി ഉയർന്നതുമാണ്. ഹിന്ദു ഐക്യവേദിയുടെ മുൻനിര നേതാവായതിനാൽ ശശികലയുടെ ആരോപണങ്ങൾ പലതും ബി.ജെ.പി നേതൃത്വത്തിന് വലിയ തലവേദനകൾ സൃഷ്ടിച്ചിട്ടുമുണ്ട്. ജനപ്രിയ റാപ്പ് ഗായകൻ ഹിരൺ മുരളി എന്ന വേടനെതിരെ ശശികല നടത്തിയ വിഷലിപ്ത പ്രതികരണങ്ങൾ ബൂമറാങ്ങായി തിരിച്ചടിച്ചത് ബി.ജെ.പിക്ക് തന്നെയായിരുന്നു. പട്ടികജാതി പട്ടികവർഗക്കാരനായ വേടനെ പോലുള്ളവർ അവരവരുടെ ഗോത്ര കലകളും ജാതി സംഗീതങ്ങളും അവതരിപ്പിക്കുന്നതിന് പകരം എന്തിനെ റാപ്പ് സംഗീതം അവതരിപ്പിക്കണമെന്ന വിധത്തിൽ അത്യധികം ക്രൂരമായ വിമർശനങ്ങളാണ് ശശികല നടത്തിയത്. തീവ്ര ഹൈന്ദവ ബോധം പുലർത്തുന്ന ബി.ജെ.പി പ്രവർത്തകരടക്കം ഈ വിധം വാദഗതികൾ ഏറ്റെടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതിനെതിരെ വേടന്റെ ആരാധകർ മാത്രമല്ല ജാതിമത വ്യത്യാസമന്യേ പൊതുസമൂഹം ഒന്നാകെ രംഗത്തെത്തിയപ്പോൾ പാപഭാരം ബി.ജെ.പിക്ക് മേൽ പതിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് വേടനെതിരായ പ്രചരണങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പ്രവർത്തകരോട് ബി.ജെ.പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനെ തിട്ടൂരമിറക്കേണ്ടതായി വന്നത്. അങ്കണവാടികളിലെ കുട്ടികളുടെ ഭക്ഷണ മെനു പരിഷ്കരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ രംഗത്ത് വന്നപ്പോൾ ഏവരും അതിനെ സ്വാഗതം ചെയ്യുകയായിരുന്നു. കുട്ടികളുടെ ഭക്ഷണത്തിൽ ഇനി മുതൽ ബിരിയാണി കൂടി ഉൾപ്പെടുത്തുമെന്നായിരുന്നു വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി കൂടിയായ വീണ ജോർജ് പ്രഖ്യാപിച്ചത്. ദേവികുളം പഞ്ചായത്ത് അങ്കണവാടിയിലെ പ്രജ്വല സുന്ദർ എന്ന ശംഖുവാണ് ഞങ്ങൾക്ക് ബിർനാണി വേണമെന്ന പരാമർശം നടത്തിയത്. ആ കൊച്ചുമിടുക്കന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിലൂടെ അതിവേഗം വൈറലാവുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് മെനു പരിഷ്കരിച്ചപ്പോൾ അങ്കണവാടികളിൽ ബിരിയാണിയും നൽകാൻ സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ ബിരിയാണി എന്ന് കേട്ടപ്പോഴേ ശശികല പ്രകോപിതയായി. ബിരിയാണി എന്നാൽ മുസ്ലിം സമുദായത്തിന്റെ ഭക്ഷണമാണെന്ന വിശ്വാസം ഉള്ളിലുറച്ച ശശികല സർക്കാരിന്റെ നീക്കം ന്യൂനപക്ഷ പ്രീണനമാണെന്നാണ് കണ്ടെത്തിയത്. തുടർന്ന് കുട്ടികളെ അവഹേളിക്കുന്ന വിധത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി അവർ രംഗത്തെത്തുകയും ചെയ്തു. ബിർനാണിയുടെ കാര്യം തീരുമാനമായി. നാളെ ഏതെങ്കിലും ഹൈസ്കൂൾ ബിരുദൻ ദിവസത്തിൽ ഇത്തിരി കഞ്ചാവ് സ്കൂളിൽ നിന്ന് തന്നാലെന്താ എന്ന് ചോദിക്കാതിരുന്നാൽ മതിയായിരുന്നു. അങ്കണവാടിയിലെ മെനുവിനെ കുറിച്ച് മന്ത്രി വീണ ജോർജിന്റെ പ്രഖ്യാപനം സംബന്ധിച്ച സ്ക്രീൻഷോട്ട് കൂടി പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഈ ഹിന്ദു ഐക്യവേദി നേതാവ് ഈ വിധത്തിൽ അധിക്ഷേപം ചൊരിഞ്ഞത്. ഭക്ഷണത്തിൽ പോലും വർഗീയത കലർത്തുകയും തമ്മിൽ തല്ലിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ വിധം നീക്കങ്ങൾക്കെതിരെ അതിശക്ത പ്രതിഷേധമാണ് ഉയർന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ആ വിധം കൂരമ്പുകൾ ബി.ജെ.പി നേതൃത്വത്തിൽ വന്ന് തറയ്ക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ രാജ്ഭവനിലെ ഭാരതാംബ വിവാദത്തിലും അക്രമോത്സുക പ്രതികരണങ്ങളുമായി ശശികല രംഗത്തെത്തി. ദേശീയ പതാകയ്ക്ക് പകരം കാവിക്കൊടിയുമേന്തി നിൽക്കുന്ന ഭാരതാംബയുടെ ചിത്രമായിരുന്നു രാജ്ഭവനിൽ ഉണ്ടായിരുന്നത്. ഈ രൂപത്തിലുള്ള ഭാരതാംബയെയാണ് കാലാകാലങ്ങളായി RSS കേന്ദ്രങ്ങൾ ആരാധിച്ചു വന്നിരുന്നതും. ഇതിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാന സർക്കാർ രാജ്ഭവനിലെ പരിസ്ഥിതി സംരക്ഷണ പരിപാടികൾ ബഹിഷ്കരിക്കുകയും സെക്രട്ടേറിയറ്റിൽ ചെടികൾ നട്ട് ആഘോഷിക്കുകയും ചെയ്തത്. ഇതിനെതിരെയാണ് ഭീകരവാദിയുടെ ചിത്രമാണെങ്കിൽ കൃഷിമന്ത്രിക്ക് അസഹിഷ്ണുത ഉണ്ടാകില്ലായിരുന്നു എന്ന വിധത്തിലുള്ള പ്രതികരണവുമായി കെ.പി. ശശികല വീണ്ടും രംഗത്തെത്തിയത്. ഒരു സംഭവത്തിൽ ആശയപരമായ വിയോജിപ്പുണ്ടെങ്കിൽ മാന്യമായ രീതിയിൽ അതിനെ വിമർശിക്കുന്നതിൽ ആർക്കും എതിർപ്പില്ല. എന്നാൽ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയാണ് കൃഷിമന്ത്രി പ്രസാദ് എന്ന വിധത്തിൽ അത്യന്തം ഹീനമായ വിമർശനമാണ് ശശികല ഉയർത്തിയത്. ഇന്ത്യയിലെ ഭീകരവാദികൾ മുസ്ലിങ്ങളാണെന്ന വിധത്തിൽ അത്യന്തം രൂക്ഷഭാഷയിൽ ഹൈന്ദവ സംഘടനാ നേതാക്കൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഈ വിഷയം തന്നെയാണ് എന്നതുകൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിച്ചാൽ മാത്രമേ ശശികല നടത്തിയ പ്രതികരണത്തിന്റെ ഭീഷണാവസ്ഥ വ്യക്തമാവുകയുള്ളൂ.
വേടനെതിരെ നടത്തിയ രൂക്ഷ വിമർശനങ്ങൾ ശക്തമായി തിരിച്ചടിച്ച അനുഭവമാണ് BJPക്കുള്ളത്. വേടനോടൊപ്പമുള്ള യുവതലമുറയും അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയവുമൊക്കെ BJP നേതൃത്വത്തെ വല്ലാതെ ഭയപ്പെടുത്തുന്നുമുണ്ട്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാണ് വിവാദങ്ങൾക്ക് തുനിയാതെ സമാധാന മാർഗം BJP തെരഞ്ഞെടുത്തത്. വസ്തുതകളുടെ ഗൗരവം അവർ മുതിർന്ന സംഘപരിവാർ നേതാക്കളെ അറിയിച്ചതുമാണ്. എന്നിട്ടും തന്റെ നിലപാടിൽ തെല്ലും മാറ്റമില്ലാതെ വിഷം നിറഞ്ഞ പ്രതികരണങ്ങൾ ശശികല തുടരുക തന്നെയാണ്. ഈ വിധത്തിൽ മുന്നോട്ടു പോയാൽ ശശികലയെ പരസ്യമായി തള്ളിപ്പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് BJP നേതൃത്വം ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ വയ്യ.